Good morning, ma'am. Happy New Year. Happy New Year and good morning to all. Thank you, ma'am. കുറച്ച് ആൾക്കാരുള്ള അതെന്ത് പറ്റി? ma'am. ഹോളിഡേ ആയതുകൊണ്ടാണോ? ഒരു സെക്കൻഡ് കേട്ടോ. വരും ma'am. വരും ma'am. Okay, once again, good morning and happy new year. കുറച്ച് പേരുണ്ടായുള്ളൂ ഞാൻ തുടങ്ങിയപ്പോ അപ്പഴേക്ക് ചെറിയ കോൾ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട്? ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ നന്നായി ആഘോഷിച്ച എല്ലാവരും? യെസ്, സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? നല്ലൊരു ന്യൂ ഇയർ മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല എന്താ പറയാ നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ ഒക്കെ ആകേണ്ട ഒരു വർഷം കൂടി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു എന്താ പറയാ കോഴ്സ് നമ്മൾ പഠിച്ച് ഏകദേശം നമ്മൾ ലാസ്റ്റ് എൻഡ് ഓഫ് ദ പാർട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. അതും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ കരിയർ, ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി പുറത്തുണ്ട് എന്നൊക്കെ വിചാരിച്ചൊക്കെ അങ്ങോട്ട് ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് പങ്കെടുത്ത് എന്താ പറയാ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആകട്ടെ. ഓക്കെ, നമുക്ക് പറയാലോ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യോ, നിങ്ങളുടെ എന്താ പറയാ പ്രോഗ്രസ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നിങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായി അല്ലെ, നമ്മളെക്കാൾ വലിയ ആൾക്കാരായി എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അതൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. നമ്മുടെ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളെ എപ്പോഴെങ്കിലൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, ഇവൻ ഒരു ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒത്തിരി ഒത്തിരി വലിയ വലിയ ലെവലിലേക്ക് എത്തിയവരാണ് എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. ബിയോണ്ട് ഈ ഒരു കോഴ്സസ് മാത്രമൊന്നുമല്ല, ഡിഗ്രി PG ലെവൽ വരെയുള്ള കുട്ടികൾക്ക് ഞാൻ പല രീതിയിലുള്ള ക്ലാസ്സുകളും എടുത്തു കൊടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പൊ എനിക്ക് എന്റെ നേരത്തെ പഠിച്ച കുട്ടികളൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരും PG കംപ്ലീറ്റ് ചെയ്തവരൊക്കെ നമ്മളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ഇന്ന പൊസിഷനിലാണ്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിക്കുമ്പോഴില്ലേ, അപ്പൊ അതൊരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു സന്തോഷം. എന്തോ നമ്മള് ഈ ലോകം പിടിച്ചെടുക്കുന്നത് പ്രതീതി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുക. ഒത്തിരി മറ്റേതെങ്കിലും കാര്യങ്ങളെക്കാൾ ഉപരി ഒരു കിട്ടുന്ന ഒരു വലിയ ഒരു സംതൃപ്തി, പ്രൗഡ്, സാറ്റിസ്ഫാക്ഷൻ വാക്കുകളില്ല. അതിന് പറഞ്ഞ് കുറച്ച് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വാക്കുകളൊന്നും ഇല്ല. അപ്പൊ അതുപോലെ നിങ്ങളും ആവണം. എല്ലാവരും നല്ല നല്ല കുട്ടികളൊക്കെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കഴിവൊക്കെ ഇഷ്ടം പോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കരുത്. ആ ഒരു എനർജിയും ആ ഒരു പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ അവസാനം വരെ ഉണ്ടാകുകയും വേണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള
കുറച്ച് പോർഷൻ കൂടി ഉള്ളൂ നമ്മൾക്ക് എടുക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു നിർത്തിയത് ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആണ് അല്ലെ. ESI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ വരെയല്ലേ എടുത്തേ? ഇവിടെ വരെയാണ് എടുത്തതെന്നാണ് എന്റെ ഒരു ഓർമ്മ. നിങ്ങളുടെയോ? ഇവിടെ വരെ എല്ലാം ആണോ? ഓക്കെ, ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു നമ്മള്. ESI എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീം അത് നമ്മൾ പഠിച്ചു. എംപ്ലോയീസ് ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് അറൗണ്ട് ദ ഇന്ത്യ, ഇന്ത്യയില് എന്താ പറയാ മൊത്തത്തിലുള്ള ഫാക്ടറീസിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട്, ഫാക്ടറി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് അതിലേക്ക് ആ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകണമെങ്കിൽ അതിനകത്തേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്തണം. ആ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കീമിലെ അംഗമാകാൻ മെമ്പർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ഓൾസോ ദ എംപ്ലോയി അല്ലെ. ബോത്ത് എംപ്ലോയറും എംപ്ലോയിയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എംപ്ലോയിയുടെ വേജസിന്റെ 3.25%, എംപ്ലോയി തന്റെ വേജസിന്റെ 0.75%, ബോത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് 4%. അത് രണ്ടും കൂടി ചേർന്ന് 4%. പക്ഷെ 4% ഒരുമിച്ച് ഒരാൾ ഒറ്റയടിക്കല്ല കൊടുക്കുന്നത്, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയർ അതിന്റെ മെജോറിറ്റി ഭാഗം 3.25% ഭാഗം എംപ്ലോയർ ആണ് ആ ഒരു സ്കീമിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എംപ്ലോയി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ വേജസിന്റെ 0.75% ആണ്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഏതാണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് CGHS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. നമ്മൾ നേരത്തെ SHI സോഷ്യൽ മാം അത് അവിടെ എടുത്തിട്ടില്ല മാം. ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് ഇല്ലേ, അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആണോ? അതാണ് ഞാൻ ചോദിച്ചത്. അതെ മാം, കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇല്ലായിരുന്നല്ലോ. അതെ മാം, മറ്റേ മാം IRDAI അവിടെ മുതലാണ് ലാസ്റ്റ് എടുത്തത്. സെൽഫ് ഹാം വരെ കംപ്ലീറ്റ് ചെയ്തു. അതെ, ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് അവിടെ മുതലാണ് എടുക്കാനുള്ളത്. ഓ മൈ ഗോഡ്, ഞാൻ അതാണ് ആദ്യമേ തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. വേറെ ക്ലാസ്സുകളിൽ എടുക്കുന്നത് കൊണ്ട് അതിനാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ വേണ്ടി നിങ്ങളോട്. ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇതൊക്കെയാണ്, പക്ഷെ ഇവിടെ തുടങ്ങിയാണല്ലേ? ഉറപ്പാണല്ലോ? ഉറപ്പാണ് മാം. ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് അവിടെ മുതലാണ് എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. ഞാൻ വേറെ ക്ലാസ്സിലായിരിക്കും അന്ന് എടുത്തത്. കുറെ ക്ലാസ്സുകളിൽ ഇങ്ങനെ മാറി മാറി ഇതേ ടോപ്പിക് ഒക്കെ തന്നെ എടുക്കുന്നത് കൊണ്ടേ കൺഫ്യൂഷൻ വന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ തുടങ്ങി എടുക്കാം. സമയം വളരെ കുറവുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഡിസീസസ്, അതായത് നമ്മളുടെ ഇത്തരം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച്, അതായത് IRDAI പ്രകാരം കുറച്ച് ഡിസീസസ് അല്ലെങ്കിൽ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് വിച്ച് ആർ നോട്ട് ട്രീറ്റഡ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കോസ്മെറ്റിക് സർജറി, IVF, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പിന്നെ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്ലേനിയസ് ചാർജസ്. എന്താണ് മിസ്ലേനിയസ് ചാർജസ് പറഞ്ഞു? രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഹെൽത്തിനെ എന്താ പറയാ പുഷ്ടിപ്പെടുത്താനോ ഒക്കെ, അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് എന്താ പറയാ സപ്ലിമെന്റുകളായിട്ടുള്ള ചില പ്രോട്ടീൻ ഷേക്സ്, അതിനു വേണ്ടിയിട്ടൊക്കെ ചിലവാകുന്ന എക്സ്പെൻസസ് വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. അത് പറഞ്ഞു. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, നമുക്ക് നേരത്തെ കൂട്ടി ഉള്ള ചില രോഗങ്ങൾക്ക് അതിന് നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സം വെയിറ്റിംഗ് പീരീഡ്. ചില രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡിസീസസിന് ആ ഒരു പീരീഡ് അവിടെ മെൻഷൻ ചെയ്തും പറഞ്ഞിട്ടുണ്ട്, 12 to 48 months എന്ന്. ആ ഒരു ബിറ്റ്വീനിൽ അവർക്ക് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ അത്തരം ഹെൽത്ത് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രി കിടക്കോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുമ്പുള്ള പീരീഡിലാണെങ്കിൽ കിട്ടില്ല, വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ സെൽഫ് ഹാമിനും നമുക്ക് എന്ത് കിട്ടുന്നില്ല, നമുക്ക് കവറേജ് കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസീസസ് വിച്ച് ആർ നോട്ട്, മെഡിക്കൽ കണ്ടീഷൻസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് അക്കോർഡിംഗ് ടു IRDAI എന്ന് നമ്മൾ പറയുന്നത്. ഇനി അവിടെ മെൻഷൻ ചെയ്ത ചില കാര്യങ്ങളാണ് വെയിറ്റിംഗ് പീരീഡില് ചില ഡിസീസസ്
അപ്പൊ ഈ ഡിസീസസ് ഇനി കുറച്ച് കാര്യങ്ങൾ ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. ഈ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കവർ ചെയ്യാത്ത ചില രോഗങ്ങളും അവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഏതൊക്കെ രോഗങ്ങളാണ് എന്ന് നോക്കിയേ. അപ്പൊ ഈവൻ ദോ ഈ ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കണം, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഒരുപോലെയല്ല. ആൻഡ് ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ പ്രഗ്നൻസി കേസസ് ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല എന്ന്. ചില ഇൻഷുറൻസ് സ്കീമുകൾ അവർ പറയുന്നത്, നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റലി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അതിന് പ്ലാനിങ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചില ഇൻഷുറൻസുകാർ അതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ചിലത് പ്രൊവൈഡ് ചെയ്തതിന് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻസിക്ക് കവറേജ് കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഇൻഷുറൻസും ഒരേ രീതിയിലല്ല. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ആൻഡ് റൂൾസ്, അവരവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ മാറ്റങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് മെജോറിറ്റി ഓഫ് ഡിസീസസിന് നമുക്ക് കവറേജ് തരുന്നുണ്ട്. ബട്ട് ദർ ആർ സം ഇൽനസ് വിച്ച് ആർ നോട്ട് കവേർഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, കവറേജ് കിട്ടില്ല. കുറച്ച് ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആ വെയിറ്റിംഗ് പീരീഡിലൊന്നും കവറേജ് കിട്ടാത്ത ചില രോഗങ്ങളും നമുക്കുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബിലോ ഇസ് ദ ലിസ്റ്റ് ഓഫ് ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് ബട്ട് വിത്ത് എ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യാതെ, ഇത് നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വരാതെ ഈ എന്താ പറയാ ചില രോഗങ്ങൾ കവർ ചെയ്യാത്ത ചില രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ആ പേരുകൾ മാത്രം നമുക്ക് ഓർക്കാനുള്ളൂ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അൾസറുകൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടുണ്ടാകാവുന്ന അൾസേഴ്സ്, ഇത് സ്റ്റമക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എന്താ പറയാ ഒരു തരം ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ആണ് ബിറ്റ്വീൻ ടു ഓർഗൻസ്. രണ്ട് ഓർഗൻസ് തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ അകൽച്ചകളൊക്കെ. അപ്പൊ അതിനകത്തേക്കൊക്കെ എന്താ പറയാ, അത് ചില സർജറീസ് കൊണ്ടോ ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ ഒക്കെ അല്ലെങ്കിൽ ചില ഇഞ്ചുറീസ് കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളാണ്. അത് അങ്ങനെ ഒരു ഗ്യാപ്പ് വരും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അകത്ത്, ചില ഗ്യാപ്പുകൾ, അതിനെയാണ് ഫിസ്റ്റുല എന്ന് വിളിക്കുക. അത്തരം എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല നമുക്ക് വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് വരുന്നില്ല. പിന്നെ അതായത് ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിലാണ് കേട്ടോ. പിന്നെ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താണ് ബെനൈൻ പ്രോസ്റ്റാറ്റിക്? ഈ പ്രോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ മുൻപും മെൻഷൻ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ യൂറോളജിയിൽ, യൂറോളജി എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഉണ്ടാകാവുന്ന ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? പഠിച്ചിട്ടില്ലേ യൂറോളജി? പഠിച്ചോ? ഫീമെയിൽ ആൻഡ് മെയിൽ യൂറിനറി എന്താ പറയാ ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം അതിനകത്ത് ഉണ്ടാകുന്നത്, ഇത് നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഫീമെയിലും മെയിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. ആൻഡ് മാത്രമല്ല സ്പെസിഫിക്കലി നമുക്ക് പറയാം യൂറോളജി എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ്, അതായത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ എന്താ പറയാ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അതുപോലെ തന്നെ മെയിൽസിനും ഉണ്ടാകുമല്ലോ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ, ഡിസീസസ് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. ഈ അന്നേരം നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞ ഒരു അവയവമാണ് പ്രോസ്റ്റാറ്റ്. എന്താണ് പ്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ മെയിൽ അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ്. അതിനകത്ത് ക്യാൻസറോ മറ്റേ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ വന്നു കഴിയുമ്പോൾ റീപ്രൊഡക്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കും അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ചില ക്യാൻസേഴ്സ് എന്ത് സംഭവിക്കും? റീപ്രൊഡക്ഷനെ അത് ഇഫക്ട് ചെയ്യും. അപ്പൊ ചിലപ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയിലേക്കൊക്കെ പോകും. അതൊക്കെ മാറ്റിയാൽ മാത്രമേ വീണ്ടും അവർക്ക് അവരുടെ എന്താ പറയാ പ്രൊഡക്റ്റീവ് ആയിട്ട് അവർക്ക് ആക്കാൻ പറ്റുള്ളൂ അല്ലെ? കുട്ടികൾ ഉണ്ടാകുന്ന സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഹൈപ്പർട്രോഫി, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് രോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പൈൽസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എപ്പോഴും യൂട്രസ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ചിലർക്കൊക്കെ ഈ പറയുന്ന പീരിയഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മെൻസ്ട്രുവേഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഇതിനകത്ത് വരുന്നതല്ല, അതായത് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യുന്നില്ല. കാറ്ററാക്സ്, എന്താ കാറ്ററാക്സ്?
തിമിരം അല്ലെ, തിമിരം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകാവുന്ന അസുഖങ്ങളാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണുകളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് തടയാൻ പറ്റുന്നതല്ല. ചില ഓപ്പറേഷൻസും സർജറീസും ഒക്കെ ഉണ്ട് അതിന്. പക്ഷെ എങ്കിലും അതിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊക്കെ കുറച്ച് പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്. ഇനി നമ്മൾ തന്നെ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, സാധനങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് അത് കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകാവുന്ന ചില വിഭ്രാന്തികളൊക്കെ കാണിച്ചു കിട്ടുമ്പോൾ ചില ആൾക്കാരെ അഡിക്ഷൻ ഇത്തരം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകും. അതിനൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അത്തരം കാര്യങ്ങളൊന്നും ഈ പറയുന്നതിനകത്ത് കവറേജിൽ വരില്ല. Then dental treatments ആണ്. Dental treatments എന്ന് പറയുമ്പോൾ എല്ലാ dental treatmentsഉം അല്ല ഉദ്ദേശിക്കുന്നത് which results from an accident. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് മൂലം ഉണ്ടാകാവുന്ന ഡെന്റൽ സർജറീസോ, അപ്പൊ പല്ലൊക്കെ എന്തെങ്കിലും വലിയ ആക്സിഡന്റ് പറ്റി അപ്പൊ പല്ലിന്റെ ഇതൊക്കെ പോയി അപ്പൊ ഭയങ്കര ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നു, ജോ ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് തടിയിലൊക്കെ ചിലപ്പോൾ തകർന്നു, അതിനൊക്കെ കിട്ടും. അതല്ലാതെയുള്ള നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ഇല്ലേ, നമ്മൾ തന്നെ നമ്മുടെ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലിന്റെ അലൈൻമെന്റോ എന്താ പറയാ അങ്ങനെ ക്ലിപ്പിടലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊന്നും കിട്ടില്ല, കവറേജ് ഇല്ല എന്നാണ് വെയിറ്റിംഗ് പീരീഡില്. ആൻഡ് കോൺജനിറ്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസ്. എന്താ ജനറ്റിക് ഡിസീസസ്? പാരമ്പര്യമായിട്ടുണ്ടാകാവുന്ന രോഗം, ജന്മന ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസ് ആണ് എന്നാണ് പറയാം ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പൊ ആ പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക, നിർബന്ധമാണ്, ഇമ്പോർട്ടന്റും ആണ്. ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് എന്നുള്ള ഹെഡിങ്ങും അതിൽ വന്നിരിക്കുന്ന രോഗങ്ങളും ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, benign prostatic hypertrophy, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatments, dental treatments, and genetic disease or congenital conditions. Clear? മനസ്സിലായല്ലോ? ആ രോഗങ്ങളുടെ പേരുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ വെറുതെ ജസ്റ്റ് അതെന്താണെന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് നെയിം വൈസ് മാത്രമേ ഡിസീസസിനെ കുറിച്ച് ഇവിടെ ഈ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ക്ലിയർ ആണോ? Clear? Yes. Okay. So അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാണ്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസിന്റെ പല ടൈപ്പുകൾ. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും ഒരുപോലെയല്ല. ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും അല്ലെങ്കിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഒരേപോലെ കവറേജ് കൊടുക്കുന്നതല്ല. അപ്പൊ കവറേജ് കൊടുക്കുന്ന രീതിയിലും എന്തൊക്കെ രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കണം എന്നുള്ള രീതിയിലും ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അനദർ. അതായത് ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. കൊടുക്കുന്ന കവറേജുകളും എന്ത് ടൈപ്പ് ഓഫ് കവറേജ് കൊടുക്കണം, ഏതൊക്കെ കവറേജ് ആണ് നമ്മൾ എക്സ്പെൻസ് ആണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ. ചുരുക്കി പറഞ്ഞാലില്ലേ, ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ കവറേജ് ടു ദ ഇൻഷുർഡ് ഫോർ ഓൾ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന എല്ലാ ചെലവുകളെയും മീറ്റ് ചെയ്യുക. ആ ഇൻഷുർഡിന്റെ എല്ലാ ചെലവുകളും മീറ്റ് ചെയ്യും. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ the person who gets the compensation from the insurance company. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കവറേജ് കിട്ടുന്ന, കോമ്പൻസേഷൻ കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇൻഷുർഡ് ഏതെങ്കിലും അസുഖങ്ങളോ ആക്സിഡന്റോ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു വിചാരിക്കുക, അഡ്മിറ്റഡ് ആയിരുന്നു വിചാരിക്കുക. അവിടെ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും ട്രീറ്റ് ചെയ്യുക. ആ എക്സ്പെൻസ്, അതിന്റെ എല്ലാ എക്സ്പെൻസും എന്താ പറയാ അവർ തന്നെ വഹിക്കുക, കമ്പനി തന്നെ വഹിക്കുക. അത് ആക്സിഡന്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും രോഗങ്ങളും ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എല്ലാം കവർ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ആൻഡ് സോ ദേ ഹാവ് ടു സബ്മിറ്റ് ദ റിക്വയർഡ് ബിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫോർ ദാറ്റ് പർപ്പസ്. അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഉണ്ടാകാവുന്ന ചെലവുകളുടെ ഒക്കെ ബില്ല് ഉണ്ടാവുമല്ലോ, ബില്ലും പല ഡോക്യുമെന്റും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് കമ്പനി. അതൊക്കെ വെരിഫൈ ചെയ്ത് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കി എത്ര എക്സ്പെൻസുകളൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അവര് നോക്കി മനസ്സിലാക്കി കൊടുക്കുന്നു. ആൻഡ് ഇനിയും നമ്മൾ എടുത്തു പറയുകയാണ്, വീണ്ടും അവിടെ സെന്റൻസ് പറയുന്നുണ്ട്, ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻസ് ആൻഡ് ഓൾസോ ലിമിറ്റേഷൻസ്. ഓരോ ഇൻഷുറൻസ് പദ്ധതികൾക്കും അതിൻ്റെതായ കവറേജുകളുണ്ട്, അതിൻ്റെതായ ഒഴിവാക്കലും ഉണ്ട്. ചിലപ്പോ അവര് പറയും, ഇത് ഞങ്ങളുടെ ഇൻഷുറൻസിന്റെ പരിധിയിലില്ല,
കാരണം ഞാൻ അന്നേ പറഞ്ഞു, ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസിന്റെ ബോണ്ടിന്റെ പുറകില് there are some terms and conditions written clearly. വളരെ വ്യക്തമായിട്ട് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ അതിനകത്ത് അവര് ഇതിനകത്ത് എക്സ്പെൻസ് നമ്മൾ ഇന്നത് മീറ്റ് ചെയ്യില്ല എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെയാണ് പറയുന്നത് എക്സ്ക്ലൂഷൻസ്. അപ്പൊ എക്സ്ക്ലൂഷൻസും ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും മീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കവറേജ് നൽകുന്ന പോളിസിയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലൈസേഷൻ കവർ ക്ലിയർ ആയോ? ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണെന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് എ കവർ ഫോർ ഓൾ എക്സ്പെൻസസ് അറൈസിംഗ് ഔട്ട് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ owing to treatment, indeed for illness or accident. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വേഗം പറയണേ, സമയം കുറച്ച് പോയി വെറുതെ എന്റെ. ഓക്കെ, യെസ്. സോ ദി സെക്കൻഡ് വൺ, രണ്ടാമത്തെ നോക്കാം, ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ ആണ്. ഇനി ഹോസ്പിറ്റലൈസേഷൻ കവർ കൂടെ അടുത്ത വേറെ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ തൊട്ട് മുകളിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിൽ എന്താ പറഞ്ഞത്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ ബില്ലിന്റെ എക്സ്പെൻസുകളൊക്കെ നോക്കി ആ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, കവറേജ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും അവർ മീറ്റ് ചെയ്യുന്നു. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തുടങ്ങി മാത്രമാണോ ആ രോഗിക്ക് വേണ്ട ചെലവുകൾ തുടങ്ങുന്നത്? ആണോ? ആയിരിക്കോ? അല്ല. അല്ലെങ്കിൽ അവിടെ ആ കിടക്കുന്ന ചെലവുകൾ മാത്രമായിരിക്കും ആ രോഗിക്ക് വേണ്ടി വരിക? അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ബിക്കോസ് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ചെലവ് വരില്ലേ? ഇപ്പൊ തീരെ നിവൃത്തിയില്ലാതെ വയ്യാതെ നടക്കാനൊന്നും പറ്റാത്ത ഒരു രോഗിയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദം ടു ദ ഹോസ്പിറ്റൽ ബൈ മീൻസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. തീർച്ചയായിട്ടും അവരെ ഏതെങ്കിലും ഒരു ഗതാഗത മാർഗം ഉപയോഗിച്ച്, നമുക്കറിയാം കാറോ മറ്റൊക്കെ വിളിച്ച് രോഗിനെ എത്തിക്കണം. കുറച്ചധികം ദൂരമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന റെന്റ്. ആ കാറോ അല്ലെങ്കിൽ ക്യാബോ എന്താണോ നമ്മൾ വിളിച്ച് അതിന് കൊടുക്കേണ്ടി വരുന്ന വാടക ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ ഡിസ്റ്റൻസ് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാശ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതുപോലും കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ആവറേജ് ഇൻകം ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കാം. അത്രയും ഹൈ ലെവലിലുള്ള റിച്ച് പീപ്പിളിനെ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നോക്കരുത്. ഒരു കാർ വിളിച്ചു പോണേ അതിനുള്ള കാശ് ഉണ്ടായില്ലേ എന്ന് നമ്മളുടെ മനസ്സിൽ ചിന്തിച്ചേക്കാം. അതെന്തുകൊണ്ടാ? കാശുള്ളവന് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അതിന്റെ കാശൊന്നും തന്നെയും കുഴപ്പമില്ല. അവിടെയാണ് പൈസ കൂടുതലായിരിക്കണം. ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപയായിട്ട് അത് കവറേജ് തന്നാൽ മതി. അങ്ങനെയല്ല, അവിടുത്തെ ട്രീറ്റ്മെന്റ് കൂടാതെ ഈ പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ ആൻഡ് ഓൾസോ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ചിലപ്പോ ഡയറ്റ് മെയിൻ ബി ഫോളോഡ്, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ചിലപ്പോ ഡയറ്റ്, അതായത് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഫുഡിന് വേണ്ടി വരുന്ന ചെലവുകൾ. അപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഫുഡൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അതും ചിലപ്പോൾ അവർക്ക് സഫർ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഇന്ന ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ചില രോഗികൾക്ക്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വരുന്ന ചെലവ് ചില ആളുകൾക്ക് they cannot suffer or they cannot meet such expenses. അത്തരം ചെലവുകൾ കൂടി അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസസ് കൂടി കവർ ചെയ്യാം ഇൻ അഡീഷൻ ടു ദ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസേഷൻ കവർ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ, കിടന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ. അതിനും പുറമെ ഇത്തരം ചെലവുകൾ ഒരു പേഷ്യന്റിനെ ടു ആൻഡ് ഫ്രം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനും അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാനും സ്പെഷ്യൽ ഡയറ്റ് ഫുഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള കവറേജ് കൂടി കൊടുക്കുന്ന സ്കീമാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും ഇല്ലേ? അപ്പൊ മനസ്സിലായോ? മറ്റേത് തൊട്ട് മുകളിൽ പറഞ്ഞത് ആശുപത്രി കിടക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ, അതിന്റെ ബില്ലനുസരിച്ച് ചെലവുകൾ. പക്ഷെ അതല്ലാതെ ഇവിടെ വേറെ ബില്ല് വേറെ വരും. ഇവിടെ ബില്ല് വരുമെന്നൊന്നുമില്ല. ചിലപ്പോ ഈ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കാറില് രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ കാറുകാരന് വിടണം. കാറുകാരന് ഒരു 10,000 രൂപ 12,000 രൂപ അവർ ചോദിച്ചു, അത് കൊടുക്കണ്ടേ? അതാരും തരും. ഓക്കെ, അപ്പൊ എല്ലാരും അത് തന്നെ. ഓക്കെ, അപ്പൊ അതിനുണ്ടാകാവുന്ന ചില എക്സ്പെൻസുകൾ അതുകൂടി അതായത് ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ എല്ലാ ബില്ലും അല്ല ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഹോസ്പിറ്റൽസിലേക്ക് ആളുകളെ പേഷ്യൻസിന് എത്തിക്കാൻ വേണ്ടി വരുന്നത്, അവരുടെ സ്റ്റേക്ക് വേണ്ടി വരുന്നത്, ഫുഡ് എക്സ്പെൻസസിന് വേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതിന്റെ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. അതിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഒരു എക്സാമ്പിൾ
ഹോസ്പിറ്റൽ ക്യാഷ് കവറിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ അത് ചോദിക്കാം. Traveling to and from hospital, stay with a special dietary food expenses are the examples of dash health insurance എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് അതുകൂടി അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസ് ആ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. Okay, next one critical illness cover ആണ്. Critical illness cover എന്ന് പറയുന്നത് it is the benefit which covers some a critical or serious illness such as cancer, organ transplantation and paralysis. അതായത് ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾക്ക് കവറേജ് കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോളിസി, അതാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുന്നത്. അതായത് അതിനുവേണ്ടി മാത്രം, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഇൻഷുറൻസ് പോളിസിയും ഒരുപോലെയല്ല. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു രോഗങ്ങൾക്കാണ് എന്ന് വെച്ചാൽ which requires a prolonged recovery, കുറച്ച് കൂടുതൽ കാലം വേണ്ടി, അതായത് ഈ രോഗം മാറാനേ എളുപ്പമൊന്നും ആകൂലെന്ന്, കുറച്ച് കൂടുതൽ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എന്താ പറയാ നമ്മൾക്ക് ആ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി വരുന്ന രോഗങ്ങളുണ്ടല്ലോ, അത്തരം രോഗങ്ങൾ, അതാണ് ക്രിട്ടിക്കൽ ഇൽനസ്. ഇപ്പൊ ക്യാൻസർ പെട്ടെന്നൊന്നും മാറില്ല, വന്നു കഴിഞ്ഞാൽ അത് കുറച്ചധികം നാള് നിൽക്കും. ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കുറച്ച് വിതിൻ മന്ത്സ് അല്ലെങ്കിൽ വിതിൻ ഇയർ വി ക്യാൻ ഗെറ്റ് റിക്കവേർഡ്, നമുക്ക് അതിൽ നിന്ന് നമുക്ക് രോഗവിമുക്തി നേടാൻ സാധിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല, അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ സ്വയം ചികിത്സിച്ച് എന്താ പറയാ അതിങ്ങനെ കൂടുതലായി സ്റ്റേജുകൾ അങ്ങനെ മാറി മാറി വരുമ്പോ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റാതെ ആയിപ്പോകും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ദീർഘകാല റിക്കവറി ആവശ്യമുള്ള ചില രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മുടെ അവയവമൊക്കെ ഏതെങ്കിലുമൊക്കെ മാറ്റിവെക്കാനുള്ള ചെലവുകള്, പിന്നെ പാരാലിസിസ്, ചിലപ്പോൾ ഒരു വർഷം മുഴുവനൊക്കെ തളർന്നു പോയി എടുക്കുന്നൊന്നും അതിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കുറച്ച് ദീർഘകാല റിക്കവറി ആവശ്യമുള്ളതാണ്. അത്തരം എക്സ്പെൻസുകൾ, അത്തരം ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഒക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൽനസ് കെയറിനകത്ത് വരുന്നത്. ഇനി മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള ചില കോസ്റ്റുകൾ. അതെന്താ ഈ അഡീഷണൽ കോസ്റ്റ് വരാം? ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? there will be a possible loss of income to the family. അത്തരം രോഗിയുടെ എന്താ പറയാ വീടിന് അവരുടെ എന്താ പറയാ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, അതാണ് നല്ലത്. ഉദാഹരണം കൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഞാനാണ് എന്റെ വീട്ടില് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയും വിചാരിക്കാം, ഒരു വരുമാന മാർഗമുള്ള വ്യക്തി ഞാനാണ്. എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖം വന്നു. സോ ഐ എം നോട്ട് ഏബിൾ ടു ഗോ ഫോർ മൈ ജോബ് ഓർ വർക്ക്. എനിക്ക് എന്റെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോകാനുള്ള ചെലവുകളൊക്കെ ഇവര് വഹിച്ചു. ക്രിട്ടിക്കൽ ഇൽനസ് കവർ ചെയ്യുന്ന എനിക്ക് കിട്ടി. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്റെ ഒരു ഫാമിലി ഉണ്ട് എനിക്ക് ബാക്കില്. വേറെ ആരും അവിടെ ജോലിക്ക് പോകാൻ പറ്റുന്ന ആളുകളല്ല. ചിലപ്പോൾ വയസ്സായവരുണ്ടാകാം, ചില കുട്ടികൾ പ്രായത്തിലേക്ക് എത്താത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഏർണിംഗ് ഓഫ് ഇൻകം ഉള്ള ഒരാളില്ല. ഒരു വീട്ടിലൊരു വരുമാന മാർഗം ഇല്ലാതെ വീട്ടിൽ അംഗങ്ങൾ എങ്ങനെ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വരുമാന നഷ്ടത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനും കൂടി കവർ കൊടുക്കും ഈ ക്രിട്ടിക്കൽ ഇൽനസ് കവർ. അപ്പൊ എനിക്ക് എന്റെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, ആ രോഗവുമായിട്ട് അതന്നെ ഇൻകം ബെനിഫിറ്റ്, അതന്നെ എന്റെ രോഗത്തിന് എനിക്ക് കിട്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ കവർ ചെയ്യുന്നു. കൂടാതെ എനിക്ക് വരുമാനം ഇല്ല, കാരണം ജോലിക്ക് പോകാൻ എനിക്ക് ആരെങ്കിലും സാലറി തരുമോ? ഇല്ലല്ലോ. അപ്പൊ എന്റെ വരുമാന നഷ്ടം, ആ നഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് അതിന് എന്താ പറയാ കോമ്പൻസേറ്റ് ചെയ്യാൻ, എന്റെ വരുമാനത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, എന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഇൻകം അവർക്ക് കൊടുക്കുക, ഫാമിലിക്ക് കൊടുക്കുക എന്നുള്ളത്. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ മൈ ഫാമിലി, എന്റെ കുടുംബത്തിന്റെ ഘടന തന്നെ മാറി. കാരണം വീട്ടിൽ ആരും ജോലിക്ക് പോകാൻ പറ്റിയവരില്ല. ഞാനാണെങ്കിൽ കിടപ്പിലായി, അല്ലെങ്കിൽ എനിക്ക് രോഗമാണ്, എനിക്ക് അസുഖമാണ്. അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് സാലറി ഇല്ല. അപ്പൊ എന്റെ കുടുംബം ആര് നോക്കും? അപ്പൊ എന്റെ ഫാമിലിയുടെ സ്ട്രക്ചർ തന്നെ ആകെ തകരാറായി പോയി എന്ന് വിചാരിക്കാം. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയുള്ള സപ്പോർട്ട് കൂടി ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ മനസ്സിലായോ? ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുന്ന അവിടെ നിന്ന് തുടങ്ങി ആ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ലേ, അവിടെ വരുന്ന മാർക്ക് ചെയ്തേ, മാർക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ സം പ്രൊലോങ്ഡ് ഗ്രേവ് ഇൽനസ് may need a prolonged recovery which requires additional costs such as incidental expenses, possible loss of income and structural changes in the family. അതുകൂടി ഒന്ന് അനലൈസ് ചെയ്തേക്കാം. ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇൽനസുകൾ, കൂടുതൽ ദീർഘകാല റിക്കവറി ആവശ്യമായിട്ടുള്ള രോഗങ്ങൾക്ക് ചില അഡീഷണൽ കോസ്റ്റുകൾ വരും. അതെന്താ ഈ അഡീഷണൽ കോസ്റ്റ് വരാൻ, അതായത് ഇൻസിഡന്റൽ എക്സ്പെൻസ് കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം എന്താ? ലോസ് ഓഫ് ഇൻകം ഉണ്ട്, സ്ട്രക്ചറൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ട്,
പിന്നെ ഇൻസിഡന്റൽ കോസ്റ്റ് ഉണ്ട്. ഇൻസിഡന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഈ രോഗം വന്നു കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിയുമ്പോൾ ഡോക്ടർമാരെ ഡിസ്ചാർജ് ചെയ്തിട്ട് വിടും, വീട്ടിൽ പോയിട്ട് ഇന്ന മരുന്നുകളൊക്കെ ഇന്ന രീതിയിലൊക്കെ ഫോളോ ചെയ്ത് കഴിച്ചോളാൻ പറയും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇനി ഇടയ്ക്കൊക്കെ ചിലപ്പോ ഒന്ന് ഒരു ഇന്ന ദിവസം ഇനി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിടുക. വീണ്ടും ഈ രോഗീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടേ, ആശുപത്രി കൊണ്ടുപോകണം, അതിന് ചെലവുണ്ട്. പിന്നെ അന്ന് അവിടെ ചിലപ്പോ കുറെ മരുന്ന് തരും, അപ്പോഴും പൈസ കൊടുക്കേണ്ടി വരും. അതാണ് ഈ ദീർഘകാലം എടുക്കുന്നതുകൊണ്ട് അതിന്റെ ബിറ്റ്വീനിൽ അവർക്ക് ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് എപ്പോഴും വലിയ ഒരു കോണ്ടാക്ട് വേണ്ടി വരും അല്ലെ, മരുന്ന് വാങ്ങിക്കാനും ഒക്കെ. അപ്പൊ അതിനിടയ്ക്കിടയ്ക്ക് ചെലവുകളില്ലേ, അതും മീറ്റ് ചെയ്യുന്നുണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതാണ് ഇൻസിഡന്റ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ മനസ്സിലായില്ലേ? യെസ്. അടുത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണ്. പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെന്തായിരിക്കും? ആ വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ദ എക്സ്പെൻസസ് വിച്ച് ഈസ് മെറ്റ് ഡ്യൂ ടു ദ ആക്സിഡൻസ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾ പറയുമ്പോൾ അതിൽ കൊടുക്കുന്ന കവറേജ് ആണ് ആക്സിഡന്റ് പോളിസി അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. അതിന് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ വണ്ടി വാഹനമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് ആ വണ്ടിയിൽ നിന്നുണ്ടാകുന്ന ആക്സിഡൻസ്, നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾക്ക് മാത്രമേ കവറേജ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ആക്സിഡന്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അതിന് മാത്രമാണ്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് മുഖേന നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകളായിരിക്കും മീറ്റ് ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും രോഗങ്ങൾക്ക് കിട്ടില്ല എന്ന്. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ ചുരുക്കം. ഇറ്റ് ഈസ് എ ബെനിഫിറ്റ് പ്ലാൻ വിച്ച് കവേഴ്സ് ആൻഡ് ഇറ്റ്സ് പെയ്ഡ് ഇൻ എ ലംപ് സം എമൗണ്ട് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത്. ഈ പറയുന്ന ഒരു പോളിസി എടുത്താൽ എന്താണെന്ന് അറിയാമോ, ഇതിനകത്ത് നമുക്ക് ആ ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും ചെലവുകൾ അതൊരു ലംപ് സം എമൗണ്ട് ആയിട്ട്, ഒറ്റ തുകയായിട്ട്, പല പല പ്രാവശ്യമായിട്ടൊന്നുമല്ല. മറ്റേതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവറാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ചെലവുകൾ ഓരോ ദിവസവും എത്രയാണോ ചെലവ് ആ ദിവസത്തെ ചെലവുകളൊക്കെ അങ്ങനെ അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ലംസം എമൗണ്ട്, ഒറ്റ എമൗണ്ട് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ ആക്സിഡന്റ്, അതിന്റെ ഇഞ്ചുറി എത്രത്തോളം ഉണ്ട്, അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അല്ല മരണമാണെങ്കിൽ, ആക്സിഡന്റ് മൂലം ആ വ്യക്തി മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അങ്ങനെ ഒരു ലംസം എമൗണ്ട് ഒറ്റ തുകയായിട്ട് കൊടുക്കുന്നു. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയുടെ പ്രത്യേകത. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പേഴ്സണൽ ആക്സിഡന്റ് കവർ ഇറ്റ് ഈസ് ബെനിഫിറ്റ് പ്ലാൻ വിച്ച് കവേഴ്സ് as a paid in lump sum based on the degree of injury or death. മരണമോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇഞ്ചുറിയോ അതിന്റെ ഗൗരവം എത്രയാണ്, മരണത്തെക്കാൾ വലിയ ഗൗരവമൊന്നുമില്ല നമുക്കറിയാം. മരണമാണെങ്കിൽ മരണത്തിന്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ ഇവാലുവേഷൻ ഒക്കെ നടത്തി ഒറ്റ കാശായിട്ട് നമ്മൾ കൊണ്ടുവന്ന് തുകയായിട്ട് കൊടുക്കുന്നു. അത് നമ്മൾ ചോദിക്കുന്ന തുകയല്ല, അത് നമ്മൾ അഷ്യൂർ ചെയ്തിരിക്കുന്ന നമുക്കൊരു ഇൻഷുർഡ് എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ബേസിസും ഈ പറയുന്ന ഇഞ്ചുറിയുടെ ആഴവും ഒക്കെ നോക്കിയിട്ട് ഒരു അസസ്മെന്റ് നടക്കും. ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇൻഷുറൻസിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ഒക്കെ ഉണ്ട് അവർക്ക്. അത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് കണ്ടെത്തും, എന്നിട്ടാണ് ആ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഒറ്റ തുകയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കാൽക്കുലേഷൻ ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനൊന്നുമില്ല, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുണ്ട് കാൽക്കുലേഷൻ. ഒരു നമ്മുടെ സബ്മഷ്യൂർഡുമായിട്ട് ബന്ധപ്പെട്ട് അത് എത്ര വർഷത്തേക്ക് എടുത്തിരിക്കുന്ന പോളിസിയാണ് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മരണത്തിനാണെങ്കിൽ അതിൻ്റെതായ സീരിയസ്നെസ് നമുക്കറിയാലോ. മരണമാകുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അതിനൊരു എമൗണ്ട് ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഇവാലുവേറ്റ് ചെയ്ത് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടോപ്പ് അപ്പ് കവർ. അടുത്തത് ഏതാ? ടോപ്പ് അപ്പ് കവർ ആണ്. പറഞ്ഞോട്ടെ, ടോപ്പ് അപ്പ് കവർ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മള് ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ, കിടന്ന് ആശുപത്രി കിടന്നാലും ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും. അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ പറഞ്ഞു. അതിനകത്ത് ആ കിടക്കുന്നത് കൂടാതെയുള്ള എക്സ്പെൻസസ് ആയിട്ടുള്ള ചില മറ്റ് ചെലവുകൾ, അതായത് പേഷ്യന്റിനെ ടു ആൻഡ് ഫ്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും അവരുടെ സ്റ്റേക്ക് വേണ്ടി വരുന്നത്, അവരുടെ ഡയറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. മൂന്നാമത് പറയുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകൾ
such as cancer, organ transplantation and paralysis പോലെയുള്ള prolonged recovery ആവശ്യമുള്ള എന്താ പറയാ രോഗങ്ങൾക്ക് ഡിസീസസിനാണ് ഈ ഒരു കവറേജ് കിട്ടുക, ക്രിട്ടിക്കൽ ഇൽനസ് കവർ. അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ കോസ്റ്റ് such as incidental expenses and possible loss of income and also the structural changes in family, ഇതിന്റെ കൂടി കവറേജ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞത്. അടുത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആക്സിഡന്റിന് മാത്രം കിട്ടുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലംസം എമൗണ്ട് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ seriousness or the degree of injury and also death. ഇത് രണ്ട് കണക്കിലെടുത്തിട്ട് അതിന്റെ ആഴം എത്രത്തോളാണെന്ന് മനസ്സിലാക്കിയാണ് ലംസം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, ടോപ്പ് അപ്പ് കവർ ആണ് അവസാനത്തേത്. എന്താണ് ടോപ്പ് അപ്പ് കവർ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ കവർ എടുത്തിട്ട് ഒരു പോളിസി എടുത്തവരാണെന്ന് വിചാരിക്കാം. ഇനി ആ പോളിസി എടുത്തു കഴിയുമ്പോ ഇപ്പൊ നമുക്കറിയാം ഒരു പോളിസിക്ക് അതിന്റെ വാലിഡിറ്റി ലൈഫ് ഇൻഷുറൻസ് അല്ലാതെയുള്ള ഇതുപോലെയുള്ള പോളിസീസ് ഒക്കെ കൊടുക്കില്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായിട്ടുള്ളവര് അവർക്ക് എടുത്തിരിക്കുന്നവർക്ക് അറിയാം ഒരു വർഷത്തേക്കാണ്. അടുത്ത നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മളത് റിന്യൂ ചെയ്യണം, പുതുക്കണം എങ്ങനെയാണ്? നമ്മൾ വീണ്ടും കോൺട്രിബ്യൂഷൻ അടച്ചിട്ടാണ് പുതുക്കുക. അപ്പൊ ഒരു വർഷത്തേക്കാണ്. ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിരിക്കുകയാണ്. ആ പോളിസിയുടെ സം അഷ്വേർഡ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ഒരു എന്താ പറയാ 2025 ഞാനൊരു പോളിസി എടുത്തു. അപ്പൊ ആ ഒരു പോളിസിയില് എനിക്ക് ഒരു എന്താ പറയാ മാർച്ച് ഏപ്രിലൊക്കെ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആൻഡ് 1 ലക്ഷം രൂപയുടെ സം അഷ്വേർഡ് ആയിട്ടുള്ള പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പൊ 1 ലക്ഷം രൂപ, ഏകദേശം 1 ലക്ഷം രൂപയോടത്തോളം ആ ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ പേരിൽ ഒരു ഏപ്രിൽ മാർച്ച് ആയപ്പോഴേക്കും എന്റെ ആ പൈസ തീർന്നു വരും. കാരണം ഞാൻ ആശുപത്രിയിലായി, ചെലവൊക്കെ. അപ്പൊ നമുക്ക് തരാമെന്ന് പറഞ്ഞ ആ 1 ലക്ഷം രൂപ ഒരു വർഷം തികയുന്നതിന് പകുതി ആയില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ആ എമൗണ്ട് തീർന്നു പോവുകയും ചെയ്തു. ദാറ്റ് മീൻസ് ദ പോളിസി എമൗണ്ട് ഗെറ്റ്സ് എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു പോകുകയാണ്, തീർന്നു പോയെന്ന്. അതായത് അവര് ഓഫർ ചെയ്ത അല്ലെങ്കിൽ അവർ നമ്മളോട് സം അഷ്യൂർ ചെയ്ത എമൗണ്ട് ഒറ്റയടിക്ക് എന്റെ തീർന്നു പോയി. ബിക്കോസ് അതിന്റെ ഇടയ്ക്ക് എനിക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തീർന്നുപോയി. അപ്പൊ തീർന്നു പോയപ്പോ എന്ത് വെച്ച് ഇനി ഓക്കെ ഏപ്രിൽ ആയിട്ടുള്ളൂ, ഇനി കിടക്കുന്ന ഡിസംബർ വരെ കുറെ മാസം ഇൻ ബിറ്റ്വീൻ എനിക്ക് ഇനി എന്തെങ്കിലും അസുഖം വരാൻ പാടില്ല ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ നിന്റെ ചാൻസ് തീർന്നു, നിന്റെ അസുഖമൊക്കെ ഇനി വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അസുഖങ്ങൾ എപ്പോ വരുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വേണം. ഇനിയും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് എനിക്ക് വേറെ എന്താ പറയാ സെക്യൂർ ആയിട്ടുള്ള വേറെ കാര്യമില്ല. കാരണം ക്ലെയിം കിട്ടാനുള്ള പൈസ അവിടെ ഈ പ്രാവശ്യം തീർന്നുപോയി. ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്ക് അതിന് എന്താ പറയാ ചികിത്സിക്കാനായിട്ട് ചിലപ്പോൾ കഴിവില്ല എങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളത് ഫോർസീ ചെയ്യണം. നേരത്തെ കൂട്ടി അത് മനസ്സിലാക്കി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വി ക്യാൻ ആഡ് ഓൺ ഓർ എക്സ്റ്റെൻഡ് അവർ എക്സിസ്റ്റിംഗ് പോളിസി. ഈ നിലവിലുള്ള പോളിസിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം ഇത്ര വർഷത്തേക്ക് കൂടി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ഒരു സം അഷ്വേർഡ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി വലിയൊരു എമൗണ്ട് 2 ലക്ഷത്തിൻ്റെതൊക്കെ ആക്കി മാറ്റാനുള്ള ഒരു ടോപ്പ് അപ്പ് കവറേജ് തരാൻ പറ്റിയ രീതിയിലുള്ള ഒരു പോളിസിയാണ് ടോപ്പ് അപ്പ് കവർ. പണ്ടൊക്കെ ഇല്ലേ നമ്മള് മൊബൈൽ ഫോണുകൾ എങ്ങനെയാ ചാർജ് ചെയ്തിരുന്നത്? ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അത് തീരാറാവുമ്പോഴേക്കും ടോപ്പ് അപ്പ് അല്ലേ ചെയ്തിരുന്നത്? 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്ത കാര്യം മറന്നുപോയോ? നിങ്ങളുടേത് അല്ലെങ്കിലും നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ചില ആളുകളുടെയും ഒക്കെ ഉണ്ടായിരിക്കും, അവരുടെയൊക്കെ ചെറിയ ഫോണാണ്, അതിനകത്ത് ടോപ്പ് അപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്ലാൻ തീരുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മൾ എന്താ പറയാ പ്ലാനിൽ നിന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ സർവീസസ് നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ വി ഹാവ് ടു ടോപ്പ് അപ്പ് ഇറ്റ്. അത് ടോപ്പ് അപ്പ് ചെയ്യണം. അതങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോയി ആ പ്ലാൻ കുറച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വാലിഡിറ്റി തീർന്നു പോകും, അതിന്റെ എക്സ്പയറി ടൈം കഴിഞ്ഞു പോകും. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും ആ പ്ലാൻ പുതുക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു പണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിന്റെ ആ ഒരു നമ്മൾ വിളിക്കാനുള്ള കോൾ ചെയ്യുന്ന പൈസ തീരാറാവുമ്പോഴേക്കും അടുത്തത് പുതിയ നമ്മൾ 10 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്ത് തരും. അതിന് നമ്മൾ വിളിച്ചിരുന്ന പേര് ടോപ്പ് അപ്പ് ആണ്. ഇന്ന് അതില്ല. ഇന്നതൊക്കെ കുറെ മാറി. ഇന്ന് എന്താണ്? ഓരോ പ്ലാൻസ് നമ്മൾ എടുക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാം. അവിടെ കോളിംഗ് ചാർജസ് ഫ്രീ ആണ്. ദാറ്റ് മീൻസ് അൺലിമിറ്റഡ് കോൾസ് ആണ്. നമുക്ക് ഉപയോഗിക്കുന്ന ഡാറ്റാസിന്റെ വാല്യൂ ആണ് അവരെടുക്കുന്നത്, നെറ്റിന്റെ വാല്യൂ ആണ് അവരെടുക്കുന്നത്. മൊബൈൽ ഡാറ്റ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. കോളിംഗ്സ് ഒക്കെ എന്താണ്? അൺലിമിറ്റഡ് ആണ്. അവിടെ നമുക്ക് അവിടെ എഴുതി കാണിക്കില്ല ഇനി ബാക്കി ഇത്ര രൂപ കോൾ ചാർജ് ഉണ്ട്, അങ്ങനെ എഴുതി കാണിക്കാറുണ്ടോ? പണ്ട് അങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്ത് അത്ര രൂപയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു പോളിസി എടുത്തിരിക്കുന്ന ഞാൻ
അപ്പൊ എന്റെ വാല്യൂ, ആ പോളിസിയുടെ വാല്യൂ ഒറ്റ പ്രാവശ്യം ഞാൻ അവിടെ കിടക്കുമ്പോഴേക്കും തീർന്നു പോയി. ഇനിയും ബാക്കി സമയം കിടക്കാണ്. ബാക്കി ഒരു ദിവസമായിക്കോട്ടെ, ഒരു മണിക്കൂറായിക്കോട്ടെ, ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും വരാം. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ ആ കവറേജ് കിട്ടാനുള്ള ഓപ്ഷൻ തീർന്നു പോയി. കാരണം നമ്മുടെ പൈസ ആ ഒറ്റ ചികിത്സ കൊണ്ട് തീർന്നു പോയി. അപ്പൊ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അത്തരം വാല്യൂ, പോളിസി വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ടോപ്പ് അപ്പ് കവറിലുള്ളത്. The policy can be considered as an add-on cover to a current hospitalization policy. നമ്മുടെ നിലവിലുള്ള പോളിസിയോടൊപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് ടോപ്പ് അപ്പ് കവറിലുള്ളത്. അതായത് നമുക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, ഇനിയും ഇൽനെസ്സുകൾ, രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സം അഷ്വേർഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം. when our policy gets exhausted, നമ്മുടെ പോളിസിയുടെ എമൗണ്ട് തീർന്നു പോയാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാ എക്സ്പെൻസസ് അത് വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ടോപ്പ് അപ്പ് കവറിന്റെ പ്രത്യേകത. അവിടെയും നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇതോ? അപ്പൊ ഈ 5 തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെയൊക്കെ സെന്റൻസുകൾ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മള് കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണേ. ചില ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയിലൊക്കെ നിലവിലുള്ള ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ചില ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ആദ്യത്തേത് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആദ്യത്തേത്. ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണമെങ്കിൽ എനി ഓഫ് ദ 3, ഇവിടെ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാനായിട്ട്. അതായത് സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ് എന്റെ ഭാഗമാകണമെങ്കിൽ 3 കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. സോ ഹാവ് ടു അപ്ലൈ. ആ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഐദർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം. ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകാനായിട്ടുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നില്ലെങ്കിൽ നിയമപരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലിയുടെ ആ ഒരു വ്യവസ്ഥ പ്രകാരം. അതായത് എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായേ? ചില ജോലികളുണ്ട്, ആ ജോലി ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻഷുർഡ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തേ മതിയാകൂ എന്നുള്ള നിബന്ധന, ഒരു നിയമം ആ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്, അല്ലാതെയുള്ള നിയമമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും ജോലി? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ? ഞാൻ പറഞ്ഞ സെന്റൻസ് ഇത് മനസ്സിലാക്കി നോക്കട്ടെ. അത്തരം എന്തെങ്കിലും ജോലി ഉണ്ടോ? അതായത് ഇന്നൊരു ജോലി ചെയ്യാൻ എനിക്ക് ആ ജോലി ചെയ്യണമെങ്കിൽ ഐദർ ബൈ ലോ, നിയമപ്രകാരമോ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, ആ ജോലിയുടെ വ്യവസ്ഥകൾ പ്രകാരമോ ഐ ഷുഡ് ഹാവ് ടു ഗെറ്റ് ഇൻഷുർഡ്, ഞാൻ ഒരു ഇൻഷുറൻസ് എടുക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും തരത്തിലുള്ള ജോലി ഉണ്ടോ എന്ന്? അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിവൺ? ചില ജോലികൾ ഉണ്ട് അങ്ങനത്തെ. അത് പറഞ്ഞേ, എന്താണ് ജയ? പെട്രോളിയം, കെമിക്കൽ രീതിയിലുള്ള സാധനങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ, ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്, ഫാക്ടറി ജീവനക്കാർക്ക്. കാരണം എന്താ? അവിടെയൊക്കെ ഒത്തിരി എന്താ പറയാ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് അല്ലെ, ഈ എന്താ പറയാ ഇൻഹെയിൽ ചെയ്യേണ്ടി വരും. അവിടെ എന്താ പറയാ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോൾ അത് ഇങ്ങനെ പതുക്കെ ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ശ്വസിച്ച് അതെവിടെ നമ്മുടെ ലങ്സിനൊക്കെ ചില കംപ്ലൈന്റുകളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ അതന്നെ ഭയങ്കര ഹൈറ്റിലൊക്കെ ജോലി ചെയ്യാൻ, ഹൈ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മുകളിലേക്ക് ഉയർന്ന നിലയിലേക്കൊക്കെ ജോലി ചെയ്യാനൊക്കെ കയറുന്നവർക്ക് അവർക്കൊക്കെ ഇൻഷുറൻസ് എടുത്തേ മതിയാകും. ഇലക്ട്രിസിറ്റിയുമായിട്ട് ഡയറക്ട്ലി ജോലി ചെയ്യുന്ന ആൾക്കാര്, ഇവർക്ക് ബൈ ലോ, നിയമപ്രകാരം അവർക്ക് ഇൻഷുറൻസ് എടുത്തേ മതിയാകും. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് ആക്സിഡന്റുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ആക്സിഡന്റ്സും ഡിസീസസും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് ഇറ്റ് ഈസ് മാൻഡേറ്ററി എന്ന് വെച്ചാൽ എന്താ, നിർബന്ധമായിട്ടും നിയമപ്രകാരം അവർ ആ ഒരു ഇൻഷുറൻസിൽ പദ്ധതിയിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്തരം ഇൻഷുറൻസ് ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പിന്റെ പേരിലായിരിക്കും ഇത്തരം ഇൻഷുറൻസുകൾ എടുക്കുക. ഒറ്റ വ്യക്തികൾ
വ്യക്തികളുടേതായിരിക്കില്ല, ഇൻഡിവിജ്വലിനേക്കാൾ ഉപരി ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആയിരിക്കും ഇത്തരം എന്താ പറയാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു 2-3 ആൾക്കാരെയൊക്കെ ഒരുമിച്ചുള്ള പേരിലായിരിക്കും ഈ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാകുക. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഒരു ഗ്രൂപ്പിൽ പേരിലായിരിക്കും. ആൻഡ് ഓൾസോ ലിമിറ്റഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ, ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഗ്രൂപ്പിൽ ഉണ്ടാകുക. ഒരു 10-25 പേരുടെ ഗ്രൂപ്പ് ഒന്നും അല്ല കേട്ടാ, 2, 3, 4, 5 അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള മെമ്പേഴ്സിന്റെ പേരിലും ആയിരിക്കും ഇത്തരം ഇൻഷുറൻസ് എടുക്കുക. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് ദ എംപ്ലോയർ ഹാസ് ടു മേക്ക് ദ കോൺട്രിബ്യൂഷൻ ടു ദിസ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഭാഗമാകണമെങ്കിൽ ഇതിന്റെ ഇൻഷുറൻസിന്റെ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് ആരാ? ഞാൻ ഇൻഷുറൻസ് പദ്ധതി ചേർന്നെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ ആരടയ്ക്കണം? ഞാൻ അടയ്ക്കണം, സാധാരണ ഇൻഷുറൻസ് ആണെങ്കിൽ. പക്ഷേ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തരം റിസ്കി ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ള ജോലി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ്. അതൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനാണ് എടുക്കുക. അതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് അവരല്ല. അവർക്ക് വേണ്ടി ആരടയ്ക്കണം? എംപ്ലോയർ അടയ്ക്കണം. കാരണം ആ എംപ്ലോയർക്ക് വേണ്ടിയാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. അതായത് ഇത്തരം ജോലികൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണ്. എംപ്ലോയർക്ക് വേണ്ടി എംപ്ലോയീസ് ചെയ്യുമ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് എംപ്ലോയീസ് ആണ്. അതുകൊണ്ട് റിസ്ക് ഫാക്ടർ അവരാണ് എടുക്കുന്നത്. അപ്പൊ ആ റിസ്കിനെ ഒരു വിധമൊക്കെ മിനിമൈസ് ചെയ്യാൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ ആണ്. സോ ദീസ് 3 കണ്ടീഷൻസ് ഷുഡ് ബി ഫോളോഡ്. ഈ പറയുന്ന പ്രോഗ്രാമിൽ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. സോ ആ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്ന് ടിക്ക് ചെയ്തിരിക്കുക. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഷോർട്ട് ഫോമും ഒന്ന് ടിക്ക് ചെയ്തിരിക്കുക. ഷോർട്ട് ഫോം എഴുതി വയ്ക്കാം കേട്ടോ, അവിടെ ബ്രാക്കറ്റിൽ SHI എന്നൊന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ആ 3 പോയിന്റുകൾ ടിക്ക് ചെയ്യാം. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ അടുത്തത്. Yes. And what are the benefits or features of this health insurance scheme? ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഗവൺമെന്റ് ആണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റ് തന്നെയാണ്. ആൻഡ് ആസ് ഇറ്റ് ഈസ് ഓഫർഡ് ബൈ ഗവൺമെന്റ്, ഇറ്റ് ഈസ് അറ്റ് എ ലോ കോസ്റ്റ്. ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ചെലവിലാണ്, ചുരുങ്ങിയ കോസ്റ്റിലാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ വളരെ ചെറുതായിരിക്കും. ചെറിയ കോൺട്രിബ്യൂഷൻ അടച്ച് നമുക്ക് ഈ ഒരു എന്താ പറയാ സ്കീമിന്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതൊക്കെ പൈസ കുറവല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പറയണേ ചില അസുഖങ്ങളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇന്ന് അവിടെ എല്ലാവർക്കും എല്ലാത്തിനും നല്ല മരുന്നുണ്ട്. ഒത്തിരി പുതിയ പുതിയ ടെക്നോളജീസ് കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഒത്തിരി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് എന്താ പറയാ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ബിൽഡിങ്സും വളരെ എന്താ പറയാ നല്ല രീതിയിലാണ്, ഹൈജീനിക് ആണ്. പണ്ടത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ പ്രതീതി ഒന്നുമല്ല ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിനൊക്കെ. അപ്പൊ ഇപ്പൊ എല്ലാത്തിനും മരുന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമ്മൾ അത് മേക്ക് യൂസ് ഓഫ് ചെയ്യണം അല്ലെ, നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും. അപ്പൊ ഗവൺമെന്റിലേക്ക് പോകാൻ അങ്ങനെ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, പൈസയൊക്കെ വളരെ കുറവാണ്. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, മെഡിസിൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്ത് ഓഫർ ചെയ്താലും അത് ലോ കോസ്റ്റിലാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു പദ്ധതിയുമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അത് ഓഫർ ചെയ്തിരിക്കുന്നത് ലോ കോസ്റ്റിലാണ്. അപ്പൊ ലോ കോസ്റ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേക്കാം. ബെനിഫിറ്റിനകത്ത് ചോദിക്കും സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്. ഒന്ന്, ലോ കോസ്റ്റ്. മറ്റൊന്ന്, ഇറ്റ്സ് പ്രൊവൈഡഡ് ഓർ ഓഫേർഡ് ടു ഫാമിലി BPL ഫാമിലീസ്. ഇതിന്റെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആർക്കും കൂടി അവൈലബിൾ ആകുന്ന രീതിയിലാണ് കൊടുത്തേക്കണത്. BPL ഫാമിലീസിന് ഒത്തിരി കാശുള്ളവർക്കൊക്കെ വലിയ വലിയ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ കാശില്ലാത്തവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് BPL ഫാമിലീസിനെ കൂടി എന്താ പറയാ, അവർക്ക് ഈ BPL ഫാമിലീസിനെ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാക്കണേ ഇത്രയും ചെറിയ കോസ്റ്റിലൊക്കെ? കാരണം ഇതുപോലെയുള്ള വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇത്തരം എന്താ പറയാ മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാൻ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇത്തരം BPL ഫാമിലീസിനോ പറ്റില്ല അല്ലെ. കാരണം അവർക്ക് അവരുടെ കയ്യിൽ അതിനുള്ള സേവിങ്സോ അല്ലെങ്കിൽ അതിനുള്ള സമ്പാദ്യം, അവർക്ക് അതിനുള്ള പ്രോപ്പർട്ടീസ് വിൽക്കാനോ ഒന്നും ഇല്ല ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ വലിയ വലിയ ഇത്തരം ആക്സിഡന്റുകളായിക്കോട്ടെ, വലിയ വലിയ രോഗങ്ങളായിക്കോട്ടെ, ഇവരെ ബാധിച്ചാൽ ഇവരെ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യണം? അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരം ഫാമിലീസിന് അത്തരം സപ്പോർട്ട് കൊടുക്കാനുള്ള ഉദ്ദേശത്തോട് ഓഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. BPL ഫാമിലീസോ അതിന്റെ താഴെയുള്ള പുവർ പീപ്പിൾസ് അവരെയും അവർക്ക് കൂടി കവറേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശവും ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നപ്പോൾ ഉണ്ട്. അപ്പൊ പുവർ പീപ്പിളിനും കവറേജ് കിട്ടുന്നു. ആൻഡ് ഓൾസോ the policy consists of the treatment both in private hospitals and also government hospitals. അപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ചെലവ് കുറഞ്ഞ
പോളിസിയാണ്, അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ എന്നാണോ? അല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യമില്ല എങ്കിൽ നമുക്ക് ഇതിന്റെ ചികിത്സ എവിടെയും സാധ്യമാക്കാം, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പോകാം. അപ്പൊ അതിന് ഈ പോളിസി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയാൽ നമുക്ക് അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട 4 നേട്ടങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ലോ കോസ്റ്റ്, BPL families, poor families, and also treatment in both private and government hospitals for better health care. ആ 4 സാധനവും ഞാനിപ്പോ പറഞ്ഞില്ലേ, എടുത്തു പറഞ്ഞില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. ലോ കോസ്റ്റ്, BPL families, poor people, treatment in both the private and government hospitals. അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞോ? മനസ്സിലായില്ലേ? SHI, അതിന്റെ 3 കണ്ടീഷൻസ്, അതിന്റെ ബെനഫിറ്റുകൾ 4. ഓക്കെ. യെസ്. ഇനി അപ്പൊ നമ്മൾ ഒന്നാമത്തെ SHI എന്ന് പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ചു. വീണ്ടും മറ്റൊരു പോളിസി അല്ലെങ്കിൽ സ്കീമാണ്, ഇൻഷുറൻസ് സ്കീമാണ് ESI, ദാറ്റ് ഈസ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ നമ്മൾ ലെസൺ, അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ബൈ മിസ്റ്റേക്ക്, എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഞാൻ അതുകൊണ്ട് 2 പ്രാവശ്യം ചോദിക്കണേ ഇത് തന്നെയാണോ, ഇത് തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് പോകുന്നപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ ക്ലാസ് ഞാൻ നോക്കിയത് മാറിപ്പോയതാവാം, ഡേ മാറിപ്പോയതാകാം എന്നാണ് തോന്നുന്നത്. വേറെ ക്ലാസ്സിലായിരിക്കും ഞാൻ നോക്കിയത്. നമ്മൾ വന്നപ്പോ തന്നെ ESIയിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം തുടങ്ങി പറഞ്ഞു പോയി. അത് മിസ്റ്റേക്ക് കൊണ്ട് പറഞ്ഞതാണ്, എന്റെയാണ് മിസ്റ്റേക്ക്. ഓക്കെ. അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്, അത് വേറെ ക്ലാസ്സിലായിരുന്നിരിക്കും. അപ്പൊ നമ്മള് ഇപ്പോഴാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESI എന്നെങ്കിലും കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് നീട്ടിപ്പിടിച്ച് കേട്ടിട്ടില്ലെങ്കിലും ESI എന്ന് പല ആൾക്കാരും മെൻഷൻ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇത് ഒരു ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ്. ESI ഉള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് എനിക്ക് ESI ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന ഹോസ്പിറ്റലിലാണ് പോയി, എറണാകുളത്ത് ഇന്ന ഹോസ്പിറ്റലില് അതുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത്തരം ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1948. 1948 മുതലൊക്കെ ഈ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ നിലവിലുണ്ട് കേട്ടോ. ഇൻഷുറൻസുകൾക്ക് ഇത്രയധികം പ്രാബല്യവും ഇത്രയധികം പോപ്പുലാരിറ്റിയും വരാനുള്ള സാഹചര്യങ്ങൾ ഈ അടുത്ത കാലത്താണെന്ന് മാത്രം, അല്ലെ? അതെന്താ അങ്ങനെ വന്നേ? അതെന്താ അങ്ങനെ ഇത്രയും? 1948 മുതൽ ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, അത്തരം ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും ഇൻഷുറൻസ് എന്നതിന് തന്നെ ഇത്രയധികം പോപ്പുലാരിറ്റി ഇന്ന് ആൾക്കാർ എവിടെയാണ്, ഏത് ഇൻഷുറൻസാ ഉള്ളേ എന്ന് നോക്കി അതിലൊക്കെ ഭാഗമാകാൻ നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മളുടെ ഈ രോഗങ്ങളുടെ പെരുകലാണ്, അല്ലെ? നമുക്കുണ്ടാകാവുന്ന പലതരത്തിലുള്ള രോഗങ്ങള്, പലതരത്തിലുള്ള ആക്സിഡന്റ്, വെറുതെ റോഡിൽ കൂടി നടന്നു പോയാലും ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറുന്ന വണ്ടികളാണെന്ന്, അല്ലെ? എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു. ഒത്തിരി അത്തരം ആക്സിഡന്റുകൾ, ഒത്തിരി ഇൻസിഡന്റുകൾ അത്തരം നമ്മൾ കേട്ടിരിക്കുന്നു, വീഡിയോസ് കാണുന്നു, അല്ലെ? അപ്പൊ എപ്പോഴും നമുക്ക് ഒരു തൊട്ടടുത്ത നിമിഷവും വി ആർ നോട്ട് സേഫ് ആൻഡ് സെക്യൂർ. നമ്മുടെ ലൈഫിന് യാതൊരു സെക്യൂരിറ്റിയും യാതൊരു സേഫ്റ്റിയും തൊട്ടടുത്ത നിമിഷത്തിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതെ. അപ്പൊ ഡിസീസസ് കൂടുതല്, ആക്സിഡന്റുകൾ കൂടുതല്, അല്ലെ? രോഗങ്ങൾ കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തതുണ്ട്, ആക്സിഡന്റുകൾ കൂടുന്നതും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, നമ്മളും നമ്മളെ പോലുള്ളവരും ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ എന്താ, എല്ലാം നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. രോഗങ്ങൾ കൂടുന്നത് നമ്മുടെ ഫുഡിങ് സിസ്റ്റം ശരിയല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയല്ല, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല, അങ്ങനെ പല രോഗങ്ങളും നമ്മളെ കടന്നുകൂടും, അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ, ഇതൊക്കെ. ഇനി ആക്സിഡന്റുകൾ കൂടും, നമ്മളും നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും അശ്രദ്ധമായിട്ട് റോഡുകളിലോ മറ്റു രീതിയിലോ ഒക്കെ നടക്കുന്നതും വിഹരിക്കുന്നതും ഒക്കെയാണ് അതിനും കാരണം. എന്തായാലും കുറ്റക്കാരൻ നമ്മളൊക്കെ തന്നെയാണ് എല്ലാത്തിനും. ഓക്കെ. അപ്പൊ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഇത്രയും പോപ്പുലർ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് 1948 ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIS എല്ലാത്തിന്റെയും ഫുൾ ഫോം ഉണ്ട് കേട്ടോ, നോക്കണേ. ESI എന്ന് പറയുമ്പോൾ മാത്രമാണെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. ESIS വരുമ്പോ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ഓക്കെ. ഇത് ബോത്ത് ക്യാഷ് ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്സ് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് ക്യാഷ് ബെനിഫിറ്റ് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്, മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റും ESI കൊണ്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ESI പ്രൊവൈഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്സ്, രണ്ട് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ESI-നെ, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നു. ഈ സ്കീമിനെ നിയന്ത്രിക്കുന്നത്, ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ആ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്, ഒരു അർദ്ധ സർക്കാർ ബോഡിയാണ്. അതിനകത്ത് ആ അർദ്ധ സർക്കാർ ബോഡിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും. ആൻഡ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമാണ്. ഈ ഒരു സെമി ഗവൺമെന്റ് ബോഡി ആയിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ചെയർമാൻ, ഹു ഇസ് ദ ചെയർമാൻ? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. ആൻഡ് ഹു ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്? ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ആ ഒരു പാരഗ്രാഫേ ഫുൾ അണ്ടർലൈൻ ചെയ്തു. അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിച്ചു തന്നത് മനസ്സിലായല്ലോ? ഇയറും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ ഫുൾ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത് പറയട്ടെ. ഫസ്റ്റ് പാരഗ്രാഫ് ഫുള്ള് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇനി എന്താണ് ഈ ഒരു ESI-യുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്ത് ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ എന്നൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. To make use of ഈ പറയുന്ന ESI പ്രകാരം, if you have to avail the sickness benefit, നമുക്ക് ഇതിന്റെ സിക്നസ് ബെനിഫിറ്റ്, എന്തെങ്കിലും അസുഖം വന്നിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ ആണ്, ഇഫ് ക്ലോസ് ആണ്. നമുക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എംപ്ലോയി ഹാവ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 days ബിഫോർ ദ സിക്നസ്. എന്താ പറയാ, വേർഡ്സും അതുപോലെ തന്നെ ചില ഫിഗേഴ്സ് ഒക്കെ അവിടെ എടുത്തു പറയുന്നത്, ഫിഗറുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. 78 ആ സിക്നസിന് തൊട്ട് മുന്നേ 78 ദിവസമെങ്കിലും ആള് ജോലി ചെയ്തിരിക്കണം. 78 ദിവസമോ അതിൽ കൂടുതലോ ജോലി ചെയ്ത ആൾക്ക് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ESI പ്രകാരം ആ ബെനിഫിറ്റിന് അർഹതയുള്ളൂ. 78 ദിവസമെങ്കിലും വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ ആൾക്ക് സിക്നസ് ബെനിഫിറ്റിന് അർഹതയില്ല എന്നാണ് അർത്ഥം. സോ എനി വർക്കർ, ഏതെങ്കിലും ജോലിക്കാരന് സിക്നസ് ബെനിഫിറ്റ്, അതിന്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ, കിട്ടണമെങ്കിൽ, ലഭ്യമാകണമെങ്കിൽ അതിനു മുമ്പ്, സിക്നസിന് മുമ്പ് 78 ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം. അത് സിക്നസ് ബെനിഫിറ്റ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഇനി എന്താ പറയാ, നമ്മുടെ പ്രസവാനന്തര അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഗർഭിണികൾക്കൊക്കെ കിട്ടേണ്ട ബെനിഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു ബെനിഫിറ്റിന് അർഹത കിട്ടണമെങ്കിൽ the woman has to be worked 70 days. എത്ര ദിവസം? 70 ദിവസം ജോലി ചെയ്തിരിക്കണം. ടു അവൈൽ ദ ബെനിഫിറ്റ്, ആ ബെനിഫിറ്റിന് അർഹതയുണ്ടാകണമെങ്കിൽ 70 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. അപ്പൊ 70 ദിവസം മുമ്പ് ജോലി ചെയ്തിരിക്കണം. അതിനുശേഷമാണ് ആൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റിന് അർഹതയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിക്നസ്, മെറ്റേണിറ്റി രണ്ടിനും രണ്ട് ഫിഗറുകളാണ് പറഞ്ഞേക്കണേ. സിക്നസ് ബെനിഫിറ്റ് ആണെങ്കിൽ 78 ദിവസങ്ങൾ ജോലി ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണെങ്കിൽ 70 ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് രണ്ടും അണ്ടർലൈൻ ചെയ്തേക്കാം. 78 ഡേയ്സ് സിക്നസ്, മെറ്റേണിറ്റി 70 ഡേയ്സ് അണ്ടർലൈൻ ചെയ്യാം. ആ വേർഡുകളും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, വേർഡുകളും ഈ ലെസണിൽ തന്നെ ഒരുപാട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എളുപ്പം മനസ്സിലാക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഇൻഷുറൻസ് ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഇറ്റ് ഈസ് പ്രൈമറി ഡിസൈൻ ഫോർ ദ ഫാക്ടറി വർക്കേഴ്സ്. അത് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി തന്നെ രൂപീകരിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ആർക്കാണ്? ഫാക്ടറി വർക്കേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫാക്ടറി ജീവനക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ആൻഡ് ഓൾസോ ഓൾ ഓവർ ദ കൺട്രി, നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഫാക്ടറീസിൽ ഇഷ്ടംപോലെ ഇതുപോലെ ഫാക്ടറി ജീവനക്കാരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ആൻഡ് ദ വർക്കേഴ്സ് ഹു ആർ ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് 21,000 രൂപയിൽ കുറയാതെ, അതായത് കൂടുതൽ ഉള്ളവർക്കില്ല, അതിൽ താഴെ വേജസ് ഡ്രോ ചെയ്യുന്നവർക്ക്, കൂലി വാങ്ങിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീം, അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗം ആകാൻ പറ്റുക. അതായത് 21,000 രൂപയിൽ
കുറവ് 21,000 അതിൽ കുറവ് സാലറിയുള്ള വേജസ് കൂലി വാങ്ങിക്കുന്ന ഫാക്ടറി വർക്കേഴ്സിന് മാത്രമേ ഈ ഒരു ESI പ്രകാരം അതിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റിന് അർഹതയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ പ്രൈമറിലി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. 21,000 വേജസിന് എക്സസ് ഉള്ളവർക്ക് ഇതിന് അർഹതയില്ല. വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് ₹21,000. 21,000 കൂടുതലല്ലാതെ വേജസ് വാങ്ങിക്കുന്ന വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു സ്കീമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരെ ക്ലിയർ ആയോ? 21,000 ഫാക്ടറി വർക്കേഴ്സും ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം ആ പോയിന്റിൽ. ഇവിടെ വരെ വെച്ച് നിർത്താണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ക്ലിയർ അല്ലേ ഇവിടെ വരെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? യെസ്. സോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.